പാടി വാഴ്ത്തുന്നില്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നില്ലാരും ആത്മാവിൻ നരയിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ പെരുനീരിൻ പുഴയോരം തങ്ങൾ സ്തുതി പാടും. ഇനി ക്രിസ്തുവിൽ ഇവരെ വളർത്തുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠങ്ങൾ, ഇത് വിശ്വാസത്തിൻ്റെ 6:1 അനുസരിച്ചുള്ള പ്രഥമ പാഠങ്ങളാണ്. ഇനി അടുത്ത പാഠങ്ങളിലേക്ക് പോകുന്ന മുമ്പ് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, നീ ഈ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് ഈ ജീവൻ്റെ ജലം എനിക്ക് തരുമോ എന്ന് ചോദിക്കുവോള്. അപ്പോൾ എനിക്ക് പിന്നീട് വെള്ളം കോരാൻ വരേണ്ടിയില്ലല്ലോ എന്നാണ് അവൾ പറയണത്. അവൾ വിചാരിക്കണം ഈ വെള്ളം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്താ പറയണത്? പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയും. അപ്പോൾ അവൾ തന്നെ പറയും എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നേ, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവ് അല്ലെന്ന് പറയും. അപ്പോഴവൾ പറയും അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടാ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് കൂടി വേണം. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നീട് ഞാൻ കണ്ടില്ലേ? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ടൊക്കെ തോന്നും. ഉടമ്പടിയിൽ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് നിങ്ങൾ തോന്നണത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകും. എന്താ കാര്യം? അതിൻ്റെ അടുത്ത പാഠമുണ്ട്. എന്താ കാര്യം? അനുതാപത്തിൻ്റെ പാഠമാണ്. അനുതാപത്തിൻ്റെ പാഠമാണ്. എന്താണ്? ഇനി ക്രിസ്തുവിനെ മുന്നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് സൗജന്യമായിരിക്കും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷനുണ്ട്. അത് പറയും അത് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അത് നിങ്ങൾ പൈസ അടച്ചാലാണ് അത് തരത്തുള്ളൂ, ആ കണ്ടൻറ്റ് തരത്തുള്ളൂ എന്ന് പറയും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം സൗജന്യമാണ്. അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ പറയും പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. എന്താ പേയ്മെൻറ്റ് ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവുമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ കലാപരിപാടിയും ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹം നിൻ്റെ പാപത്തിനുള്ള അംഗീകാരമല്ല, ലൈസൻസ് അല്ലെന്ന് പറയും. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണ്ടേ? നിത്യരക്ഷയിലേക്ക് പോണത്, നിത്യരക്ഷയിലേക്ക് നമ്മൾ പോകണം. ഉടനെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മളുടെ വിശുദ്ധീകരണ ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ വിശുദ്ധീകരിക്കണ അനുസരിച്ച് കൊണ്ട് അടയാളങ്ങളെ കൂടിക്കൊണ്ടിരിക്കുകയും ആന്തരികമായ ആഴപ്പെടുത്തലും ബോധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ അറിയാൻ, ഗ്രഹിക്കാൻ എന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ഹല്ലേലൂയ, യേശുവേ ആരാധന. പരമീരമേ നിൻവിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പരമീരമേ നിൻവിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയേ, ശക്തിയെ നീലേകണേ. ഓ സ്വർഗശക്തിയേ, ശക്തിയെ നീലേകണേ. ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ, പരമേറങ്ങേണമേ. നിൻവിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണേ. നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുകയാണ്, പക്വതയിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ നമ്മൾ 14:12 വായിച്ചില്ലേ യോഹന്നാൻ്റെ സുവിശേഷം? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. ദൈവം കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും. കാര്യങ്ങൾ എങ്ങനെ സങ്കീർണമാണ്. വിശ്വാസത്തിൻ്റെ പ്രധാന പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അടുത്ത പാഠം പഠിക്കണം.
അടുത്ത പാഠം പഠിക്കണത് എന്താ ചെയ്യേണ്ടത്? അനുതാപം വേണമെന്നായി പറയണത്. എന്താണ് കാര്യം? ഈ വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, ഞാനിനി ഇങ്ങോട്ട് വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ എന്ന് അല്ല അവൾ പറയണത്. അപ്പോൾ പറയും, ഞാൻ വെള്ളം കുടിക്കാൻ തരാം, പക്ഷേ നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവളെന്താ പറയും? എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോഴുടനെ അവൾ പറയും, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അടുത്ത മനസ്സിലാക്കൽ വന്നു. ക്രിസ്തുവിനെ മാറിയിട്ട് അത്ഭുതങ്ങൾ നൽകുന്ന ആളും അതുപോലെ തന്നെ സാധാരണ വ്യക്തിയെന്ന് ഈശോനെ അത് പ്രവാചകനായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴുടനെ അവൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഈശോ ഈ വെള്ളം കുടിക്കാൻ തരിക എന്ന് പറയുമ്പോഴേ, അപ്പം 4:14 വായിച്ചേ. യോഹന്നാൻ 4:14. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ സാധാരണ അനുഗ്രഹത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോവുകയാണ് വിഷയം. ക്രിസ്തുവിന് നമ്മൾ എന്തിനാണ് ഉൾക്കൊള്ളണത്? IELTS പാസ്സാകാനും പറമ്പിക്കാനുമാണ്? അല്ല. എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങളുടെ ഓരോ വസ്തുക്കളും ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടിയിൽ തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ക്രിസ്തുവിലൂടെ നിത്യത അന്വേഷിക്കാൻ വേണ്ടിയാണ്. 7:39 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 7:39. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതായത് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ നിനക്ക് തരുന്ന വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറയുമ്പോഴേ, ആ വെള്ളം എനിക്ക് തരിക, ഞാൻ ഇനി കിണറിൽ വെള്ളം കോരാൻ വരേണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ, ആ വെള്ളമെന്ന് പറയാം എന്താണ്? അതാണ് ഈശോ പറയുന്ന 7:39 വചനം. എന്താ പറഞ്ഞത്? അത് തന്നിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിന്റെ പ്രഥമ പാഠം കഴിഞ്ഞാൽ പിന്നെ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്തിനു വേണ്ടിയാണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. വീട്ടിലെ അപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെയും എൻ്റെ കുടുംബത്തെ നിറക്കണമേ. പറഞ്ഞേ, കർത്താവേ, നിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറക്കണമേ. അപ്പം പരിശുദ്ധാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രഥമ പാഠം എന്ന് പറയുന്നത് അനുതാപമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയത്തില്ലേ 7:2:38 എന്താ പറയണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഈശോ പറയും, പത്രോസ് ചോദിക്കും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ? നിങ്ങൾ പശ്ചാത്താപിക്കണമെന്ന് പറയും. അപ്പോൾ എപ്പോഴും ബൈബിൾ എങ്ങനെ ഏത് കാലത്ത് വെളിപ്പെടുത്തിയാലും കണ്ടൻറ്റ് വൈസ് സെയിം ആയിരിക്കും. ഇവർ പരസ്പരം എഴുതപ്പെടുന്ന ആൾക്കാർ ചോക്ക് പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. എഴുതുന്നത് പരിശുദ്ധാത്മാവാണ് എഴുതണമെങ്കിലും എഴുതുന്ന ആൾ ചോക്കാണ്. കാരണം ചോക്ക് ഇപ്പോൾ അധ്യാപകൻ നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതണത്, അധ്യാപകനാണ് എഴുതുന്നത്, ചോക്കാണ് എഴുതണത്. അധ്യാപകനല്ല എഴുതണത്, ചോക്ക് കൊണ്ടാണ് എഴുതണത്. ഇപ്പോൾ യോഹന്നാനൊക്കെ ഒരു ചോക്കാണ്, പത്രോസ് ഒരു ചോക്കാണ്. അവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ്, പല കാലങ്ങളിൽ എഴുതുന്നതാണ്. പക്ഷേ ആ എഴുതുന്ന ആൾ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ടും ഒരേ ഒരാളായത് കൊണ്ടും എവിടെ എന്ത് പറഞ്ഞാലും പരസ്പര വിരുദ്ധം ഉണ്ടാകത്തില്ല. ഇവിടെ എന്താ പറഞ്ഞത്? നിനക്ക് ഈ വെള്ളം കുടിച്ചാൽ നീ ദാഹിക്കും, അല്ലേ? ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? അത് 7:39 തന്നെ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഈ ആത്മാവിനെ കിട്ടാൻ എന്താ പറയണം? എന്താ മാർഗം? ഈ ആത്മാവിനെ കിട്ടാൻ പശ്ചാത്താപം തന്നെ പറയണം. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോൾ അപ്പോൾ എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോഴേ അനുതാപത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് തന്നെ സഭ സ്ഥാപിക്കപ്പെടുമ്പോഴും പത്രോസിലൂടെ പറഞ്ഞതാണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ എന്താ പത്രോസ് പറയണത്? പ്രവർത്തനങ്ങൾ 2:38.
പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മ ദാനം കിട്ടാനുള്ള മാർഗം എന്താണ്? പശ്ചാത്താപം തന്നെയാണ്. അവിടെ ഇത് തന്നെയാണ് ഈശോ സമരക്കാരോട് പറഞ്ഞത്. ഇത് തന്നെയാണ് ഈശോ പത്രോസിനോടും പറഞ്ഞത്. പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ ഈ അടയാളങ്ങൾ കാണുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവേ, നീ ഞങ്ങളെ വിട്ടു പോകണമെന്ന് പത്രോസ് പറയുന്നില്ല അത്ഭുതം കാണുമ്പോൾ. ലൂക്കാ 5:7 അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച്. അപ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തമാണ്. കടലിൽ ഒരു കരിനന്തം പോലും ഇല്ലാത്ത കാലത്ത് കർത്താവ് സമർത്ഥമായ മത്സ്യവിളയാളികളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കൊടുക്കണം അവർക്ക്, ആ ആധിക്യം. അപ്പം മറ്റു വള്ളക്കാർ ഈ വള്ളം മുങ്ങണ കാരണം മറ്റു വള്ളക്കാരെയും കൂടി പത്രോസ് കൈകൊണ്ട് ആ നൻപ് കാട്ടി വിളിക്കും. എന്നിട്ട് 2 വള്ളങ്ങളും മുങ്ങാറാകുളം നിറക്കും. അടുത്ത വായിച്ചേ. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അനുദപിക്കാൻ കൃപയേകണമേ, അനുദാനം ഞങ്ങൾക്ക് നൽകണമേ. അനുദപിക്കാൻ കൃപയേകണമേ, അനുദാനം ഞങ്ങൾക്ക് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന് അനുതാപത്തിന്റെ ഒരു സെക്ഷൻ കഴിയുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവ് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും ഇവയേക്കാൾ വലിയ കാര്യങ്ങളും. വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോവുകയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ദർശിക്കുകയും ചെയ്യുമെന്ന് പറയും. ഈ വലിയ കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് പിതാവിൻ്റെ അടുത്ത് പോകണം. പിതാവിൻ്റെ അടുത്ത് പോണത് എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. അതാണ് പിതാവിൻ്റെ അടുത്ത് പോകണം. നമ്മൾ വലിയ കാര്യങ്ങൾ ദർശിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ ദർശിക്കുമെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 14:16 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിനോട് അടുത്ത് പോവുകയും പിതാവിനോട് ചോദിക്കുകയും. അടുത്ത വായിച്ചേ. എന്നേക്കും നിങ്ങളോട് കൂടെ എന്നേക്കും പറഞ്ഞ എന്നേക്കും നിത്യത വരെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സഹായകനെ വാഗ്ദാനം ചെയ്ത പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ടന്റ് വൈസ് പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖമോ പാപം ഉപേക്ഷിക്കലോ മാത്രമല്ല, മറിച്ചെന്താണ്? ഇവർ രണ്ടുപേരും, ഈ പത്രോസും സമരിയക്കാരത്തിയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ്
ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട് രണ്ടുപേരും. അതായത് പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുന്ന ഇടവേതാണെന്നറിയാവോ? കെസറിയ ഫിലിപ്പി. അതായത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗവർണറാണ്, ഇസ്രായേലിലെ ഗവർണറാണ്. കെസർ എന്ന് പറഞ്ഞ സീസർ. റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ഭരിക്കുന്ന ടെട്രാക്കായ പ്രവിശ്യ തലവനായ ഫിലിപ്പ് ഒരു ദേവാലയം പണിതു. അതാണ് കെസറിയ ഒരു സിറ്റി പണിതിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയും. അതിൻ്റെ പുറത്ത് കുറേ ദേവതകളെ സൃഷ്ടിക്കുക. ആ ദേവതകളുടെ മുമ്പിൽ കെസറിയ ഫിലിപ്പിലാണ് ഈ പത്രോസ് വന്ന് പെടുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, whom do you say that I am? Take the word of God. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെയാണ് വിഷയം വന്നത്. കാര്യം ഈ ഫിലിപ്പ് ഗവർണറെ ഈ സീസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല വിഗ്രഹങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ വിഗ്രഹമുണ്ട്, പിന്നെ കുറഞ്ഞിട്ട് ചക്രവർത്തി ആരാധിക്കുന്ന ഡയാന ദേവിയുടെ വിഗ്രഹമുണ്ട്. പല വിഗ്രഹങ്ങൾ ഇങ്ങനെ ഈ മട്ടുപ്പാവൂർ ഈ കെസറിയ ഫിലിപ്പിയുടെ ക്ഷേത്രത്തിന് മുകളിലുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇതിന് മുമ്പ് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, whom do you say that I am? എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ഈ ക്ഷേത്രങ്ങളുടെ മുകളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഇങ്ങനെ നോക്കും. അപ്പോൾ ബറൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? അവയ്ക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവി കൊണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല. ഇത്രയും മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒരു നെടുവീർപ്പോടെ പറയും, ഇതുപോലെയുള്ള കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ജീവനില്ലാത്ത ദൈവമല്ല നീ. യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. അപ്പോൾ പത്രോസ് പറയും, ഇതുപോലുള്ള ഒരു ദൈവമല്ല നീ. നിന്നെ ഞാൻ കണ്ടു, നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ കണ്ടു, ചെവികൾക്ക് കേൾവി കൊടുക്കണേ കണ്ടു, ഊമന സംഭാഷണ ശക്തി കൊടുക്കണേ കണ്ടു, കടലും കീഴ് നടക്കുന്ന കണ്ടു. നീ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ജീവനുള്ള ദൈവമാണ്. യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ മിശിഹ പുത്രനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് സാക്ഷരത ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ പ്രൊക്ലൈം മീ മൈ സെൽഫ് ആസ് എ മിശിഹ. നീ എന്നെ മിശിഹയായിട്ട് രക്ഷകനായിട്ട് ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു. അത് നീയല്ല, അത് ഐ നോ ഇറ്റ്. അത് നീയല്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിച്ചത്. അപ്പോൾ അതാണ് നിനക്ക്. പക്ഷേ പിന്നെ ഈശോ പറയും, ഈ പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇത് നീ അറിഞ്ഞു, അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. അതാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിൻ്റെ താഴെയുള്ള വീടാർപ്പണ പ്രവചനം വായിച്ച് 17 താഴെയുള്ളത് 16:21. അപ്പോൾ മുതൽ ഇപ്പോൾ മുതലാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പോൾ മുതൽ? യേശു അതെ, ക്രിസ്തുവാണെന്നുള്ള അറിവിൽ കൊണ്ടേ പത്രോസിനെ എത്തിച്ചു. ആ ക്ലാസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങിയ ക്ലാസ് മാറുക പക്വതയ്ക്ക്. നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോൾ പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ, അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ. നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അച്ചാരം മാത്രമാണത്.
അതിന് മുഴുവൻ തുകയും കൊടുക്കണം. അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട് അല്ലേ? അത് ആ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം. കാര്യം നിങ്ങൾ പറയും ഉടമ്പടി എടുത്തിട്ട് 5 കാര്യങ്ങളും നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. ഇപ്പോൾ ഒന്നും മാറാത്തവരാണ് ഈ പന്നി പറയണത്. അതാണ് പ്രശ്നം. ഈ 5 കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 5 കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള ആളിഞ്ഞ മോന്തമായിട്ടാണ് ഇവർ കസാനം കെട്ടിയിരുന്നുള്ളിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത് ഈ സംശയം എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു 5 കൊല്ലം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു. അത്രയും കാര്യമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മത്തായി 16:24. മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ? അപ്പോഴിനി അടുത്ത നടപടിയിൽ നമുക്ക് 6 കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ 3 കാര്യങ്ങൾ നടന്നിട്ട് 3ാമത്തെ കാര്യം നിങ്ങൾ ഓർക്കും ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന്. പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും. എന്താ നടക്കണമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ്. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. അതുപോലെ പരിശുദ്ധാത്മാവിന് നിത്യതയും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ്, ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി. അങ്ങനെയല്ല കർത്താവേ. അപ്പോൾ നിങ്ങളും പറയും അതുപോലെ. അങ്ങനെയല്ല, ബാക്കി എനിക്ക് മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം, പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത്, എന്നെയല്ലേ സംശയം. മകന് ജോലി കിട്ടി അത് കൊള്ളാം, അതിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും നേടിയെടുത്തോളൂ, എന്നാലും സംശയം ഒന്ന് മാറ്റി. അപ്പോൾ നോക്കുക, അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടപ്പോഴും. അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി. അപ്പോൾ അവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. വീഡിയോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഉടനെ 10 ദിവസം ബാധ്യത മത്തായി 16:22. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും പറയുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവേ, അത് നടക്കാതിരിക്കട്ടെ കർത്താവേ എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. പക്ഷേ സെക്കൻഡ് ഫേസ്, എന്നെപ്പോലുള്ള ഒരു സെക്കൻഡ് ഫേസിൽ അത് നടക്കണ കർത്താവേ, നിൻ്റെ തിരുമനസ്സ് നിറവേറിയാൽ മതി, നിൻ്റെ നാമം പൂജിതമായാൽ മതി, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്തൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും. ഒരു വരി മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. ഈ ഒരൊറ്റ വരി ആദ്യം മതിയെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും. എന്താ പറയുന്നത്? കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി രക്ഷിക്കണമേ. പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരുത്തൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ ഉടനെ അവൻ പറഞ്ഞ് അവിടെ 4 ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വീട് സ്ഥലം വിറ്റ് അപ്പനെയും അമ്മനെയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകും. പ്രലോഭനമാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ ജോലി കിട്ടി, അവൻ്റെ ജോലി തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി. അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത്. ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി, കണ്ടവൻ്റെ കയ്യിലുമായി, നമ്മുടെ കിഡ്നി വരെ ബാങ്കുകാരൻ്റെ കയ്യിലായി. എന്താണ് അല്ല തമസല്ലേ? എല്ലാവരുടെ കിഡ്നിയും പണയമാണ്. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണേ, ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്ന് അറിയത്തില്ല. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും, നമ്മളെ കൂടെ ചാടും. എന്നാൽ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ, ആ വെള്ളത്തിലോട്ട് പോട്ടെ. നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണേ. മക്ക് വിവരമില്ല പറഞ്ഞായിരിക്കും ചിലപ്പോഴേ അവിടെ കൂട്ടുകാരൻ്റെ പോയെന്ന് പറഞ്ഞായിരുന്നു. നമ്മളുടെ വീട് സ്ഥലവും വിറ്റ് ആ പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയുമായിട്ട് ചാടണം പോലെ ചാടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നതിനേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം അത്. പിന്നെ എന്താണ്? ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല. കാരണം നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി. നമ്മൾ ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും, ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത നല്ല അടി നമുക്കതൊരെണ്ണം മേടിക്കണം. എന്തിനാണ്? വാടക വീട്ടിൽ ഇടാനാണ്. അപ്പം ചോദിക്കണം അതാണ്. ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും, പക്ഷേ അപ്പം പറയും
ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ പറയുമ്പോൾ ഈ മെത്തയും കൂടി വലിച്ചോണ്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് ഓട്ടോറിക്ഷക്കാരന് പിന്നെ 120 രൂപ വേറെ കൊടുക്കണം ഈ മെത്ത നോക്കാൻ വേണ്ടി. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനത്തെ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രയറാണതേ. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം. പ്രൊട്ടക്ഷൻ പ്രയർ ഉണ്ട്, ഡെലിവറൻസ് പ്രയർ ഉണ്ട്, ഡെയിലി മെയിൻ്റനൻസ് പ്രയർ ഉണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി, ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല, അത്ര സൂപ്പറാണ്. അതിൻ്റെ കൂടെ ഉള്ള അമ്മയുടെ നന്മ പറഞ്ഞ് പറയും, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ് നന്മ പറഞ്ഞ് പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 ഈശ്വര ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ വാഗ്ദാന പേടകമേ സ്വർഗ്ഗീയമലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിന്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തിൽ ഒരു ട്രാൻസിഷൻ എന്താണ്, ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ് നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്രോസിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് എക്സ്ട്രാക്ഷൻ വരണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാകും. പ്രശ്നമുണ്ടാകുന്നല്ല, നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും. പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കാം. നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ, ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ? ടി വിയിൽ ചർച്ച ചെയ്യണ എല്ലാ നിരീശ്വരന്മാരെന്ന് നോക്കി എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടായെങ്കിൽ ഈശ്വരവിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും PR-നും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 15:19 പറയുന്നു, നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ്? ഹതഭാഗ്യരാണ്. നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ്. കാര്യം ഈ ജീവിതം അവർക്കുണ്ട്, നമുക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കെട്ടിയെടുത്ത് വിശ്വാസിയാകണത്? വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസി എന്നതിൻ്റെ അർത്ഥം. നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ്. അതിനൊരു ട്രാൻസിഷൻ വേണം. അതിന് പത്രോസ് പറഞ്ഞതിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളെ അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളൊക്കെ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. അത് തന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത്. സമരക്കാർക്കും ഒരു ക്രിസ്തുവിലേക്കുള്ള ട്രാൻസിഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലുള്ള വിശ്വാസം കാണുന്നുണ്ട്. 4:20 എടുത്ത് യോഹന്നാൻ 4:20 ഞങ്ങളുടെ പിതാക്കന്മാർ അതേ കിടക്കണ സംഭവം കണ്ട എന്നെ കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. മൗണ്ട് ഗെരിസീം, അതാണ് മൗണ്ട് ഗെരിസീം, ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴേ ജെറുസലേമിന്റെ ആരാധന സ്ഥലത്തേക്ക് അപ്പോഴേ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ മറുപടി? യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക പറഞ്ഞേ. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സ്ത്രീയെ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത്. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ്. അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും, സ്ത്രീയെ പുരുഷ എന്താണ്? എന്നെ വിശ്വസിക്കുക. പിന്നെന്താണ്? ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഇവിടെ വായിച്ചോളൂ.
നിങ്ങൾ അറിയാത്തതിനെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ക്രിസ്തു വരണത് യഹൂദരിൽ നിന്നാണല്ലോ എന്നാണ്. രക്ഷ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അവിടെ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത്? ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ അതായത് അത്ഭുതങ്ങൾ, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രഥമപാഠം പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. രക്ഷകനായി സ്വീകരിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും, അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റും. എന്ത് ചെയ്യും? എന്ത് പറയും? യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീയാണ് ക്രിസ്തു, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ നാമത്തിലേക്ക് നിത്യതയിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പൊ പാല് കൊടുക്കേണ്ട കാലം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട കാലമുണ്ട്. പാല് എപ്പോഴും നമ്മൾ പാലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇറച്ചി കഷ്ണം കൊടുക്കും, അല്ലേ? ചോറ് കൊടുക്കും. നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയുന്നില്ല. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അനുകൂലേ ഹെബ്രായർ 5:12. ഹെബ്രായർ 5:12. ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനക്കാരാണല്ലോ. ഇപ്പോൾ കസ്മാറ്റിക്കാർ 10-50 കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനക്കാരുടെ എണ്ണം കൂടി. ബ്രദർമാരെ കണ്ടക്കഴിഞ്ഞ് ഇപ്പോൾ 2 കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് വല്ല മനസ്സമ്മതം കഴിഞ്ഞാൽ എന്നോട് പറയും, എൻ്റെ അച്ഛാ മകളുടെ കല്യാണത്തിന് മനസ്സമ്മതമായി, ഒത്തുചോദ്യം കഴിഞ്ഞെന്ന് പറയും. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ബ്രദറാണെന്നാണ് പറയണത്, പ്രാർത്ഥനക്കാരെന്നാണ് വിളിക്കണത്. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള സഭയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പുതിയൊരു ആത്മീയ വംശമാണ് പ്രാർത്ഥനക്കാരുടെ വർഗം. അപ്പോഴതിൻ്റെ അർത്ഥം അതാണ് എൻ്റെ പ്രഥമ പാഠങ്ങളാണത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ് പ്രാർത്ഥനക്കാരുണ്ടാകണത്. പിന്നെ എന്താണ് ഇവിടെ 5:12 അതല്ല പറയണത്. എന്താ പറയുക? ഒന്ന് വായിച്ചത്. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം. അതായത് ഒരു വിഷയം വരുമ്പോഴേ ഉടനെ കൃപാസനത്തിൽ വന്ന് ബ്രദറിനെ കാണണം, സിസ്റ്ററിനെ കാണണം, അച്ഛനെ കാണണം എന്നല്ല പറയണത്. നിങ്ങളെ പരസ്പരം സങ്കീർത്തനങ്ങൾ കൊണ്ട് പ്രബോധിപ്പിക്കാൻ. സങ്കീർത്തനങ്ങളും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് പരസ്പരം സാന്ത്വനം ചെയ്യുവാൻ, അഭിവാദനം ചെയ്യുവാൻ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 1 കൊരിന്തോസ് 14:26. 1 കൊരിന്തോസ് 14:26. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ, ഒന്ന് പറഞ്ഞ, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. കണ്ടില്ലേ? ഇപ്പോൾ ഒരു സങ്കടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഉടനെ അച്ഛന് കൃപാസനത്തിൽ പോകാൻ പറയും. കൃപാസനത്തിൽ പോകാൻ പറയേണ്ടതെന്നല്ല പറയേണ്ടത്, നിങ്ങൾ വളരണമെന്നാണ് പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഇതിനകം ഹെബ്രായർ 5:12 എന്താ പറയണത്? ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ് വായിച്ചിരിക്കണം. ഇത് 1 കൊരിന്തോസ് ഇപ്പോൾ അപ്സം വായിച്ച വചനം ഏതാണ്? 1 കൊരിന്തോസ് 14:26. 1 കൊരിന്തോസ് 14:26.
നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്നിപ്പോഴ് ഉടമ്പടി എടുത്ത പലർക്കും വെളിപാടുണ്ട്. ഉടമ്പടി എടുത്ത പലർക്കും വചനങ്ങൾ അറിയാം. കാര്യം എല്ലാ ദിവസവും ഒരു വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സഹോദരി രാത്രി 2 മണി വരെ ഇരുന്നാണ് ഈ സാക്ഷ്യങ്ങൾ വചനം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെ വ്യാപരിക്കുമ്പോൾ നമ്മളൊരാളൊരു സങ്കടം പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരോട്, ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവൾ മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ്. അവളുടെ മകള് എന്തോ പരീക്ഷയുടെ കാര്യത്തിന് ഭയങ്കരമായ സംഘർഷത്തിലാണ്. അപ്പോൾ ഉടനെ അവിടെ അമ്മ പറയും, 7 മാതാവ് കാണിക്കുന്നുണ്ട് മോളെ, 7-ാം തീയതി ആയിരിക്കും നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. അപ്പോൾ വെളിപാടല്ലേ അത്. ആ 7-ാം തീയതി 6-ാം തീയതി ആണെങ്കിൽ ആ പേപ്പർ വന്നെങ്കിലും അവൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് 7-ാം തീയതിയാണ് അമ്മ പറഞ്ഞ്. അതാണ് ഇന്നലെ കേട്ട സാക്ഷ്യം. 7 മാതാവ് കാണിക്കുന്നുണ്ട് മകളെ, നിൻ്റെ കാര്യം നടക്കണം 7-ാം തീയതി ആയിരിക്കും. അത് വെളിപാടല്ലേ. അപ്പോൾ ഇന്ന് സാധാരണ അമ്മമാർക്ക് പോലും, നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരവേഗം, ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരവേഗം, അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് മാത്രമേ അപ്പോസ്തലന്മാർ ചോദിച്ചുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടത് എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നെ പ്രാർത്ഥിക്കാൻ. കാര്യം കർത്താവ് എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? അതിൻ്റെ കാര്യം എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥന വരെ നമുക്ക് കിട്ടിയിരിക്കും. എന്താ കാര്യം? പ്രബോധിപ്പിക്കുന്നതിനേക്കാളും പ്രാർത്ഥന വരെ 10ാം ക്ലാസ് പാസ്സാതെ എങ്ങനെയാണ് നമ്മൾ +2 പോണത്? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. വലിയ കാര്യങ്ങളാണ് ധ്യാനം തുടങ്ങിയത്, വലിയ കാര്യങ്ങളാണ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാകണം ഉടമ്പടിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ക്രിസ്തു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ളെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് നൽകുകയും നമ്മൾ ചെയ്യേണ്ട ജോലി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ട് നിത്യതയിലേക്ക് വിജയകരമായി പ്രവേശിക്കുകയും ചെയ്യും. കൈയടിച്ച് കത്താൻ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും എഴുന്നേക്കട്ടെ. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരവനെ വിടുന്നവനെ വിടുന്നവനാ, പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരവനെ വിടുന്നവനെ വിടുന്നവനാ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്, ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ, നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ. നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത ദുരന്ത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്കും നമ്മളെ കർത്താവിൻ്റെ നാമത്തെ വചനത്തിൽ പ്രവേശിക്കുകയാണ്.
ഒരു നിമിഷം മൗനമായി നമ്മുടെ വിഷമങ്ങളെയും ഇന്നത്തെ പ്രയാസങ്ങളെയും കർത്തൃത്തിരുസേനയെ പരിശുദ്ധയുടെ മാധ്യസ്ഥയിൽ ഓർക്കാം. ഭക്തിയോടെയും ആദരവോടെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിക്കുന്ന കുർബാനയുടെ യോഗ്യതയാൽ അങ്ങയുടെ അവകാശവും ഓഖ്യമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തറയുടെ ചുറ്റും ഓൺലൈനിൽ പങ്കെടുക്കുന്ന അക്രൈസ്തരായ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അണിപ്രതാർന്ന അത്ഭുതകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് കണ്ണീരിന് നിങ്ങളുടെ കണ്ണുനീരിന്റെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക. കർത്തൃസന്നിധിയിൽ നിൽക്കുന്ന ഓർക്കുക. കനായിലെ കല്യാണ കുടുംബത്തിൽ നിന്നപോലെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വലിയ സ്വർഗീയ മഹനീയ സമയമാണെന്ന് ഓർക്കുക. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വൈദ്യ കർത്താവ് വൈദ്യനും വൈദ്യവുമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞരെ സൂചിക്കും മരുന്നിനും കടന്നിലവാത്ത മനുഷ്യമനസ്സിൻ്റെ ഗാത്രങ്ങളിലെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയങ്ങളും, ഭീതികളും, ഉത്കണ്ഠകളും, നിരാശകളും അതിൻ്റെ ആദ്യ കാരണങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ നോക്കണമേ. കണ്ണുകളുടെ കൈകൾ കൂപ്പി ശിരസമിച്ച കർത്താവിന്റെ തിരുസന്നിധിയിൽ ആദരവോടെ ആയിരിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അടിയങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരാധ്യനെ, കർത്താവ് പരമോന്നതനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിരാശ നിബന്ധിച്ച മനുഷ്യരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് സാമ്പത്തിക ബാധ്യതകളുള്ളവർ, കേസുള്ളവരെ, മക്കളെക്കുറിച്ച് വല്ലാത്ത വേവലാതിയും വേദന അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവരെ, അതിൻ്റെ പേര് കേസ് അയക്കുന്നവർ, ഗവൺമെൻറ് സർവീസിൽ നിന്നും സ്വകാര്യ സർവീസിൽ നിന്നും പുറത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും ഈ സമയത്ത് കണ്ണുനീരുടെ ഓർക്കുന്ന കർത്താവ് അമ്മേ, പരിശുദ്ധമേ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്ധിപ്പില്ല, അവർക്ക് ആശ്വാസമില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പരിശുദ്ധമ ദേവമാതാവ് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ കർത്താവിന് ദൈവികമായ കൃപ ചൊരിയുന്ന സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കുറിച്ച് കൈകള് കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് സ്വന്തം കുടുംബത്തിലെ കണ്ണുനീര് ഓർത്തുകൊണ്ട്
മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് ഏൽപ്പിക്കുന്ന വലിയ സമയമാണ്. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, അനേക ആയിരങ്ങൾ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന, ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം പറയുന്ന, ഓർത്ത് സ്വസ്ത്രം ചെയ്യുന്ന, തറയെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് അവകാശമാക്കാൻ, ഓഹരിയാക്കാൻ അങ്ങനെ അടിയൻ അഭിഷിക്ത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ കർത്താവെ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം അങ്ങയുടെ മക്കളിലേക്ക് നീട്ടണമേ. കാരണം കർത്താവിൻ്റെ കരുണ നിങ്ങൾ ചൊരിയട്ടെ. സാമ്പത്തിക ബാധ്യതകൾ, ശാരീരികമായ രോഗങ്ങൾ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ഭവനരഹിതർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളുടെ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശ്വാസം കുറഞ്ഞവരെ, പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ, വിവാഹ ദമ്പതികൾ പരസ്പരം മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ വിവാഹ മോചനത്തിന് പക്കിലേക്ക് പോകുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജപ്തി നടപടി നേരിടുന്നവർ, കർത്താവ് ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വേദന, കാർഷിക തകർച്ചയുള്ളവർ, മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ, കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവർ, തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ, എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടി വരാത്തവർ, ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരി പ്രാർത്ഥിക്കുക. അടിപ്പിണർ പോലെ വൈദ്യാഖ്യാതമായ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുന്നേ നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 6:1 തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ഈശോയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട്, സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ, നിവർത്തിയാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.